പ്രഗ്നൻസി ടൈമിൽ നമ്മൾ സാധാരണയായിട്ട് സ്ഥിരം പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുഞ്ഞിൻ്റെ അനക്കം ഏത് മാസം തൊട്ടാണ് അറിഞ്ഞു തുടങ്ങുന്നത്, എത്ര തവണ ഒരു ദിവസം എത്ര തവണ കുഞ്ഞനങ്ങണം. അത് ഒരുപാട് കൺസേണോടുകൂടി പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തെ പ്രഗ്നൻസി ആണെങ്കിൽ ഒരു 5 മാസം തൊട്ടൊക്കെയാണ് നേരിയ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് അറിഞ്ഞു തുടങ്ങുന്നത്. ഒന്നിൽ കൂടുതൽ പ്രഗ്നൻസി ആയിട്ടുള്ളവർക്ക് അതിനേക്കാളും മുന്നേ ഒരു 16 ആഴ്ച മുതൽ 4 മാസം തൊട്ട് ചിലപ്പോൾ അറിഞ്ഞു തുടങ്ങും. ആ തുടക്കത്തിലുള്ള മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ നേർത്ത രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ചെറിയ കുത്തുന്ന പോലത്തെ മൂവ്മെൻ്റ് ആയിരിക്കാം. വളരെ കാര്യമായിട്ടുള്ളൊരു അനക്കം ആദ്യത്തെ സമയത്ത് കിട്ടണമെന്നില്ല. ഒരു 7 മാസം 6-7 മാസം തൊട്ടൊക്കെയാണ് ആ മൂവ്മെൻറ്റ്സിൻ്റെ സ്ട്രെങ്ത്ത് കൂടി വരുന്നത്. ചിലർ പറയാറുണ്ട് ഇന്നിപ്പോൾ അനക്കം കിട്ടിയില്ല, ഒരു ദിവസം എത്ര അനങ്ങണം, കുറച്ച് നേരം ഇപ്പം നന്നായിട്ട് അനങ്ങിക്കൊണ്ടിരുന്നൊരു കുഞ്ഞ് ഇപ്പം അനങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൻസൈറ്റിയോടുകൂടി വരുന്ന അമ്മമാരുണ്ട്. അപ്പോൾ അത് നമ്മളെങ്ങനെയാണത് നമ്മളത് മാനേജ് ചെയ്യുക എന്നുള്ളത്. അതായത് അനക്കം കുറവ് തോന്നുന്ന സമയത്ത് ഇടതുവശം എന്തെങ്കിലും ഭക്ഷണം, ചെറിയ രീതിയിലുള്ള ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരം കഴിച്ച് ഇടതുവശം ചരിഞ്ഞ് കിടന്നിട്ട് ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു മണിക്കൂർ, ലഞ്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ, ഡിന്നർ കഴിഞ്ഞിട്ട് 1 മണിക്കൂർ, ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് ഇടതുവശം ചരിഞ്ഞ് കിടന്ന് 1 മണിക്കൂർ നമുക്ക് നോക്കിയാൽ മതി. ആ സമയത്ത് ഒരു 3 to 4 മൂവ്മെൻറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, ആ മൂവ്മെൻറ്റ്സ് അഡിക്വേറ്റ് ആണ്. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഈ മൂവ്മെൻറ്റ്സിൽ വ്യത്യാസങ്ങൾ വരുന്നത് എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. സാധാരണ നന്നായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ പെട്ടെന്ന് മൂവ്മെൻറ്റ്സ് കുറയുമ്പോൾ, അത് ഉള്ളിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള സ്ട്രെസ് അനുഭവപ്പെടുമ്പോൾ ആ മൂവ്മെൻറ്റ്സിൽ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. പിന്നെ നോർമലായിട്ടുള്ള സ്ലീപ്പ് പാറ്റേൺ, കുഞ്ഞ് ഉറങ്ങുന്ന ടൈമിൽ ആ ഒരു മൂവ്മെൻറ്റ്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു മൂവ്മെൻറ്റ്സ് കിട്ടത്തില്ല. അപ്പോൾ ഏതെങ്കിലും സമയത്ത് അത് കുറവ് തോന്നുമ്പോൾ ഈ രീതിയിൽ, അതായത് 3 നേരം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കഴിഞ്ഞതിന് ശേഷം ഒരു 1 അവർ ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് കിടന്ന് എന്തെങ്കിലും ചെറിയ രീതിയിൽ ആഹാരമോ ജ്യൂസോ എന്തെങ്കിലും കുടിച്ചതിന് ശേഷം 1 മണിക്കൂർ 3 തൊട്ട് 4 വരെ അനക്കം കിട്ടിയാൽ മതി. ആ ബേബി ഹെൽത്തി ആണെന്ന് നമുക്ക് വിചാരിക്കാം.